ഹായ് ഓ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈകോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പ്യുർ കോട്ടൺ ഹക്കോബ പാറ്റേണിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്ന ഇതാണ്. ഓഫ് വൈറ്റ് കളർ ഷെയ്ഡിലേക്കാണ് കേട്ടോ വരുന്നത്. പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. അതിന് നല്ല ഭംഗിയുള്ള ഹക്കോബയുടെ ആ ഒരു ഡിസൈൻ ആണ് പോകുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സെറ്റാണല്ലോ ഹക്കോബയിൽ വരുന്നതും. നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് വരുന്നത് യോക്കിൽ ഇതുപോലെ ഒരു നല്ല ഭംഗിയുള്ള ഒരു പിങ്കിന്റെ തന്നെ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റർ കോമ്പിനേഷനും ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിന്റെയും കോമ്പിനേഷനിലാണ് അതിന്റെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ല ഫിനിഷിങ്, നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന വർക്ക് തന്നെയാണ് കേട്ടോ. അതിന്റെ ഉള്ളിൽ കൂടെ എല്ലാം കുഞ്ഞു കുഞ്ഞു സ്വീക്കൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞൊരു ലേസ്, ഇതുപോലെ ലേസ് കൊടുത്തിട്ടാണ് അതിന്റെ ഫിനിഷിങ് വരുന്നത് കേട്ടോ. ഇതിന്റെ കൂടെ എല്ലാം ഒരു ഔട്ട്ലൈൻ ആയിട്ട് ഇതുപോലെ നല്ലൊരു ലേസ് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെറ്റ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത്. ഫ്രണ്ടിലും മാത്രമാണ് കേട്ടോ ഹക്കോബയുടെ ആ ഒരു പാറ്റേൺ വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ദാമൻ ഏരിയയിലും ഇതുപോലെ ആ ഒരു അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ലേസ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ഓഫ് വൈറ്റ് കളറിൽ തന്നെ ഒരു ലേസ് പാറ്റേൺ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ടോപ്പിൽ നമുക്ക് ലെങ്ത് വരുന്നത് 47-48 ആണ് കേട്ടോ ലെങ്ത് വരുന്നത്. ഷോൾ വരുന്നത് ഇതുപോലെ ഷിഫോൺ ഷോൾ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഷിഫോൺ ഷോൾ വെയർ ചെയ്യാനായിട്ട്. ഇതാ ആ ഒരു യോക്കിൽ വരുന്ന ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെയാണ് ഇതിലേക്ക് വരുന്നത്. ഫാബ്രിക് പെയിന്റ് ആണ് ഇത് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. വാഷ് ചെയ്യുമ്പോൾ പോണതൊന്നും അല്ല ഇത്. നല്ല രസമായിട്ടുള്ള ഒരു ഷിഫോൺ ഷോൾ വിത്ത് ഇതുപോലെ ഫാബ്രിക് പെയിന്റിൽ വരുന്ന നല്ലൊരു ഫ്ലവറിന്റെ ഒക്കെ ഒരു ഡിസൈൻ ആണ് അത് ചെയ്തേക്കുന്നത്. സൈഡിൽ കൂടെ എല്ലാ സൈഡ്സും ഇതുപോലെ ലേസ് കൊടുത്തിട്ടുള്ള ഫിനിഷിങ് വരുന്നുണ്ട്. 2.25 മീറ്റർ ആണ് ഷോളിന് ലെങ്ത് വരുന്നത്. ബോട്ടം വരുന്നത് പ്യുർ കോട്ടണിൽ തന്നെ ഓഫ് വൈറ്റ് കളർ ഷെയ്ഡിലേക്കാണ് വരുന്നത്. പ്രൈസ് വരുന്നത് 1295 ആണ്. നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നതും പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ഇതിലൂടെ ആ ഒരു വർക്കിൽ വരുന്ന കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത്. ഇതിനകത്തൊരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡ്, ഒരു ഗ്രീൻ കളറിന് ബ്ലൂ ഷെയ്ഡ്, അതിന്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കളർ കോമ്പിനേഷനിലേക്കാണ് അതിന്റെ ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് വരുന്നു. ഹക്കോബയുടെ ആ ഒരു പാറ്റേൺ ഇതാണ് അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. ഷോള് വരുന്നത് ഇങ്ങനെ യോക്കിലെ ആ ഒരു കളർ ഷെയ്ഡിനനുസരിച്ചാണ് ഷോളിൽ ആ ഒരു വർക്കിന്റെ വ്യത്യാസം വരുന്നത്. അതിനോട് ചേർന്ന് പോകുന്ന ആ ഒരു കോമ്പിനേഷൻ തന്നെ ഷോളിലേക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ല ഷിഫോൺ ഷോൾ ആയതുകൊണ്ട് നമ്മളിങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇടാനും പറ്റുമല്ലോ. ബോട്ടം സെയിം തന്നെയാണ്, ഓഫ് വൈറ്റ് കളറിൽ കോട്ടൺ മെറ്റീരിയൽ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നതും സെയിം പിങ്കിന്റെ തന്നെ റിപ്പീറ്റേഷൻ ആണ്. 2 ഷെയ്ഡാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഇതിനകത്ത് ആ ഒരു വർക്കിന്റെ വ്യത്യാസമാണ് വരുന്നത്. കുറച്ചുകൂടെ ചെറിയൊരു വർക്കാണ്, കുറച്ചുകൂടെ വീതി കുറഞ്ഞ ഒരു എംബ്രോയിഡറി വർക്കാണ് ഇതിലേക്ക് വരുന്നത്. അതും ആ ഒരു പിങ്കിന്റെ തന്നെ ഡാർക്ക് ആയിട്ട് ഒരു ഗ്രീൻ കളർ കോമ്പിനേഷനിലേക്കാണ് വരുന്നത്. സെൻട്രൽ ഇതുപോലെ നല്ല ഹെവി ആയിട്ട് ത്രെഡിന്റെ തന്നെ എംബ്രോയിഡറി വർക്ക് പോകുന്ന അതിലേക്ക് സ്വീക്കൻസ് വർക്കും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കുഞ്ഞു ലേസ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഹക്കോബയുടെ ആ ഒരു പാറ്റേണും ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. നല്ല ഭംഗിയാണ്, ഒരു കുഞ്ഞു ഫ്ലവർ ഫോം ചെയ്യുന്ന പോലെ അത് ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെ വരും. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതിന്റെയും എൻഡിലേക്ക് ആ ഒരു ലേസിന്റെ ഇത് വരുന്നുണ്ട് കേട്ടോ. നല്ല വീതിയുള്ള ലേസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വരും. ഷോള് വരുന്നത് ഷിഫോൺ ഷോള് തന്നെ. നല്ല രസമാണ് കേട്ടോ ഷോള് കാണാനായിട്ട്. ഷോളിങ്ങിൽ ആ ഒരു കോമ്പിനേഷൻ സെയിം, നമ്മൾ ആ ഒരു യോക്കിലെ ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെ ഷോളിലേക്കും കൊടുത്തിട്ടുണ്ട്. ഫാബ്രിക് പെയിന്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. എല്ലാ സൈഡിലേക്കും ഇതുപോലെ ലേസ് കൊടുത്തിട്ടുണ്ട്. 4 സൈഡിലേക്കും ലേസ് കൊടുത്തിട്ടാണ് ഫിനിഷിംഗ് വരുന്നത്. ബോട്ടം സെയിം തന്നെയാണ്, ഓഫ് വൈറ്റ് കോട്ടൺ മെറ്റീരിയൽ. പ്രൈസ് ഇതിന്റെ സെയിം തന്നെയാണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ നമ്മൾ സെക്കൻഡ് കണ്ട ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെയാണ്. ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡിന്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ. ഇതിൽ ഹക്കോബയുടെ പാറ്റേൺ നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഇങ്ങനെ ഷോൾ വരുന്നതും ആ ഒരു സെയിം യോക്കിലെ ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെ ഷോളിലേക്കും കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ആ ഒരു പെയിന്റിങ് ചെയ്തേക്കുന്നത്. 4 സൈഡിലേക്കും ആ ഒരു ലേസിങ്ങിന്റെ ഫിനിഷിംഗ് വരുന്നുണ്ട്. ബോട്ടം വരുന്നത് ഓഫ് വൈറ്റ് കളറിൽ തന്നെ പ്യുർ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. പ്രൈസ് സെയിം തന്നെയാണ്. 1295 ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം വരുന്നത്. നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. പറ്റുന്നവർക്കൊക്കെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.